ഹലോ മക്കളെ, ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. 5ാം ക്ലാസ്സുകാരുടെ എക്സാം വളരെ എളുപ്പമുള്ളതായിരിക്കും. കാരണം നിങ്ങൾ ഈ വർഷം ഹിന്ദി എഴുതി തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പമുള്ള എക്സാം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മിസ്സ് പറഞ്ഞുതരാം. വിട്ടുപോകാതെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഒന്നാമത്തെ പേജിൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളുണ്ട്. നാം, കക്ഷ, സ്കൂൾ. നാം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് എഴുതുക, കക്ഷ എന്നുള്ളിടത്ത് നിങ്ങളുടെ ക്ലാസ് എഴുതുക, സ്കൂൾ എന്നുള്ളിടത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. ഇത്രയാണുള്ളത്. പിന്നെ നിങ്ങളുടെ SCERT തന്നിട്ടുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിൽ നിങ്ങൾക്ക് 3 കവിതാഭാഗമാണ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. ധൂപ്പ് ആക്കയി, പിള്ള, ചിടിയാക്കാകർ. ഈ കവിതയിൽ ഏതെങ്കിലും കവിതയിൽ 4 വരി കവിത തന്നിട്ട് അത് ഓർഡറിൽ എഴുതാൻ പറയും. ചിലപ്പോൾ വരികൾ ഓർഡറിൽ എഴുതാനായിരിക്കും, ചിലപ്പോൾ ഒരു വരി തന്നെ ഡിസോർഡറിൽ തന്നിട്ട് നിങ്ങളോടത് ഓർഡർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വരികളൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പോവാം. ഓക്കെ. പിന്നെ ഉള്ളത് കളേഴ്സാണ്. കളേഴ്സ് പേജ് നമ്പർ 13 അതൊന്ന് നോക്കുക. അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. കാല, പീല, നീല, ലാൽ, ഹര. പിന്നെ വയലറ്റ് നിറം കൂടിയുണ്ട്, ബാങ്കനി. അത് നല്ല വൃത്തിയിൽ നോക്കിയിട്ട് പോവാം. പിന്നെ ഉള്ളത് കുറച്ച് വെർബുകളാണ്. വെർബുകൾ എന്ന് പറഞ്ഞാൽ ക്രിയകൾ. ഗേൽത്താഹേ, ദോഡ്ത്താഹേ, ഗാത്താഹേ, പിള്ള സോത്താഹേ, പിള്ള ഗാത്താഹേ, പിള്ള ഗേൽത്താഹേ എന്നൊക്കെ പറഞ്ഞിട്ട് പേജ് നമ്പർ 25 കേട്ടോ. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. അത് നിങ്ങൾക്ക് ഒന്നുകിൽ ബ്രാക്കറ്റിൽ തരും. ബ്രാക്കറ്റിൽ തന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി ശരിയായ ക്രമത്തിൽ എഴുതാനായിരിക്കും. പിന്നെ സെക്കൻഡ് യൂണിറ്റിൽ ഖുഷി കി ഖുഷി എന്ന ആ ചാപ്റ്ററിനകത്ത് പിന്നെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിലുള്ള ആനിമൽസിൻ്റെ പേരൊക്കെ പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് പറയാം, നദി മേ മച്ഛലി ഹേ, നദി എന്ന് പറഞ്ഞാൽ നദി. കുളത്തിന് താലാബ്, ബില്ലി, ഗായ്, മച്ഛലി, അതൊക്കെ പഠിച്ചിട്ട് പോവാം. അതേപോലെ പേഡ്, മരത്തിന് പേഡ്, വീടിന് ഘർ, മേഘത്തിന് ബാദൽ. പിന്നെ അതേപോലെ ചിടിയ, പക്ഷി, മക്കി, ഈച്ച, പേഡ്, മരം, ഫൂൽ, പൂവ്, ലഡ്ക്കി, പെൺകുട്ടി, ലഡ്ക്ക, ആൺകുട്ടി, കുത്ത, നായ, പിള്ള, നായക്കുട്ടി, കലി, പൂമൊട്ട്, മേട്ടക്, തവള, കൗവ, കാക്ക, ഫൂൽ, പൂവ്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. അതേപോലെ നമ്മൾ പറഞ്ഞില്ലേ, വെർബുകൾ പറഞ്ഞില്ലേ, ഗാത്താഹേ തിന്നുന്നു, ഗേൽത്തിഹേ കളിക്കുന്നു, ദോഡ്ത്തിഹേ ഓടുന്നു, സോത്തിഹേ ഉറങ്ങുന്നു, ബൈത്തിഹേ ഇരിക്കുന്നു. ഇതൊക്കെ പെൺകുട്ടീൻ്റെ ആണെങ്കിലാണ് ഇങ്ങനെ നമ്മൾ പറയട്ടെ. ലഡ്ക്കി ഗാത്തിഹേ, ലഡ്ക്ക ഗാത്താഹേ, പിള്ള ഗാത്താഹേ, പിള്ള ഗേൽത്താഹേ, പിള്ള ദോഡ്ത്താഹേ, പിള്ള സോത്താഹേ, പിള്ള ബൈഠത്താഹേ. അങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ട് പോവാം. പിന്നെ ഉള്ളത് നമുക്ക് ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് എഴുതാം. അപ്പോൾ ചിത്രത്തിൽ ഒരു പൂവുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ചിത്രമേം ഏക്ക് ഫൂൽ ഹേ, കുളം ഉണ്ടെങ്കിൽ ഏക്ക് താലാബ് ഹേ, വീടുണ്ടെങ്കിൽ ഒരു ഏക്ക് ഘർ ഹേ, ചിത്രമേ ഏക്ക് ഘർ ഹേ, മരമാണെങ്കിൽ ഏക്ക് പേഡ് ഹേ, പേഡ് പർ ചിടിയ ഹേ. ആ രീതിയിൽ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ക്രയോൺ കൊണ്ടുപോകാൻ മറന്നു പോകണ്ട. കളർ കൊടുക്കാനുള്ളൊരു ആക്ടിവിറ്റി ഉണ്ടാവും, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.